കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഒരു 3 ബോഡി തിരിച്ചറിഞ്ഞു. നിങ്ങളെ തിരിച്ചറിഞ്ഞില്ലല്ലേ? അതുപോലെ ഇപ്പോൾ ഒന്ന് തിരിച്ചറിഞ്ഞ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതായത് ബോഡികൾക്ക് വലിയ മാറ്റം വന്നതുകൊണ്ട് എങ്ങനെയാണ് എന്നുള്ളത് ഫോട്ടോ ഇവിടെയുള്ള ഫോട്ടോയും അവിടെയുള്ള ഫോട്ടോ വെച്ചത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പോൾ നേരത്തെ ഒരു പെൺകുട്ടിയുടെ തിരിച്ചറിഞ്ഞ് ഈ കാതിലുള്ള ചെറിയൊരു പറ്റുന്നതാണ് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ഐഡൻറ്റിഫിക്കേഷൻ വെച്ച് ഈ കഴുത്തിൽ കെട്ടിയ ചരട് വെച്ച് അങ്ങനെയൊക്കെയാണ് ഒരു അമ്മച്ചിനെ തിരിച്ചറിഞ്ഞത്. അങ്ങനെയൊക്കെയാണ് തിരിച്ചറിയുന്നത്. അപ്പോൾ തിരിച്ചറിയാൻ ഈ വെള്ളത്തിൽ കിടന്നുകൊണ്ട് ബോഡി ജീർണിച്ചത് കൊണ്ട് ഈ കുടുംബങ്ങൾ കൺഫ്യൂഷൻ ഉണ്ട്. ഈ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് തീരുമാനമാക്കാൻ കഴിയാത്ത പ്രശ്നമുണ്ട്. ഇവിടെ നിന്ന് ഫോട്ടോസ് അങ്ങോട്ടേക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അയക്കാം. അവിടുന്ന് വല്ല ഒറിജിനൽ ഫോട്ടോ അങ്ങോട്ട് അയക്കും. ഇവിടെ നമ്മൾ ബോഡിയിലെ സംശയം തോന്നുന്ന ഫോട്ടോ അങ്ങോട്ട് അയച്ചു കൊടുക്കും. അപ്പോൾ അത് ഈ മാറ്റം വന്നുകൊണ്ടേ വെള്ളത്തിൽ കിടന്ന് മാറ്റം വന്നതുകൊണ്ട് പാർട്സുകൾ മുഴുവല്ലാത്തത് കൊണ്ടും തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ആളുകൾക്ക് തന്നെ കുറച്ച് ആളുകൾ ഇവിടെ വന്ന ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു ആണ് എന്ന് പറയും, അവിടെ ഫോട്ടോ അയക്കുമ്പോൾ അല്ല എന്ന് പറയും. അങ്ങനെ ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു ബോഡി ഇവിടുന്ന് പോയി, ഇനിയിപ്പോൾ രണ്ടെണ്ണം തിരിച്ചറിഞ്ഞുണ്ട്. ഒന്ന് പോസ്റ്റ്മോർട്ടത്തിന് പോയതുണ്ട്, അത് കഴിഞ്ഞത് വിടും. ഇവിടെ നിലമ്പൂർ മജ്മയിൽ കുളിപ്പിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് ആയിട്ട് പ്രവർത്തിക്കുകയാണ്. അവിടെ തുറന്നിട്ടുണ്ട്. ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. വയനാട്ടിൽ നിന്ന് അവരുടെ SYSൻ്റെ നിലമ്പൂർ സോണിൻ്റെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. വയനാട്ടിലേതിൻ്റെ ഇവിടെ നമ്മളെ പ്രവർത്തകരുണ്ട്. അവിടുന്ന് എന്ത് ചെയ്യും, അവിടുന്ന് ഓരോ വിവരങ്ങൾ ഇങ്ങോട്ട് കൈമാറും. രാവിലെ മുതൽ ഇവിടെ ഉണ്ട്. തീർച്ചയായും. അതായത് സർക്കാർ തലത്തിലല്ലാതെ തന്നെ സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തു നിന്നും നിരവധി ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അവിടെയുള്ള ആളുകളുടെ കാണാതായ ആളുകളുടെ ഫോട്ടോ ഈ ഹെൽപ്പ് ഡെസ്കിലേക്ക് അയച്ചു കൊടുത്ത് ഇവിടെ ഉള്ളവർ അത് ആ ഫോട്ടോയിലുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ എന്നുള്ളത് തിരിച്ചറിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലൊരു സംശയം ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ ആ ഫോട്ടോ അവരുടെ ബന്ധുക്കൾക്ക് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ തിരിച്ചറിയാനുള്ളൊരു ശ്രമവും നടക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും എല്ലാം തന്നെ എല്ലാവരുടെയും വിവരങ്ങൾ നൽകുന്ന നിലമ്പൂർ ആശുപത്രിയിൽ നിന്നാണ്. അവിടെ ഈ പോത്തുകൽ വന്നടിഞ്ഞ 57 പേരുടെ മൃതദേഹമാണ് തിരിച്ചറിയാനുള്ള ആളുകളുടെ തിരക്കാണ് നമ്മൾ കാണുന്നത്.